ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. വിളയൂർ പഞ്ചായത്തിലെ കർഷകർക്ക് കിഴങ്ങുവർഗ കിറ്റുകൾ വിതരണം ചെയ്തു. കഴിഞ്ഞ ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ അത് പ്രാവർത്തികമാക്കുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. ഈ ഇടവള കൃഷിക്കുള്ള കിഴങ്ങ് വിത്തുകളാണ് വിതരണം ചെയ്തത്. ഇന്ന് കൃഷിക്ക് നമ്മൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മൾ അനുഭവിച്ചു വരുന്നതെന്നൊക്കെ അറിയാം. പ്രത്യേകിച്ചും കിഴങ്ങ് വർഗത്തിലുണ്ട് ഈ രൂക്ഷമായ പന്നിശല്യമുണ്ട്. എന്നിരുന്നാലും ഇത് ഒരു പരിധി വരെ ഈ പൂവ കൃഷിയെ പോലുള്ളതൊക്കെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുക. ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയത് ഒഴികെ ബാക്കിയൊക്കെ ഈ പന്നി വാങ്ങി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ എന്നുള്ള നിലയിൽ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ മുറ്റത്തിനോടനുബന്ധിച്ചിട്ടൊക്കെ ഈ ചാക്കുകളിൽ മണ്ണ് നിറച്ചിട്ട് ഈ ഇഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം നമുക്കത് ഇപ്പം അങ്ങനെ ഉള്ള കൃഷികൾ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് 2025-26 7.5 ലക്ഷം രൂപ ഈ നമ്മുടെ ബ്ലോക്കിൽ പരിധിയിലുള്ള പഞ്ചായത്തിലേക്ക് ഗ്രൂപ്പ് കർഷകർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അധികം നമ്മൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കും അതേപോലെ തന്നെ ഉള്ള വനിതാ ഗ്രൂപ്പുകളാണ് കഴിഞ്ഞ കൊപ്പം പഞ്ചായത്തിൽ അദ്ദേഹം കൊടുത്തത്. അപ്പോൾ അടുത്ത വർഷവും ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരമാവധി ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഈ കൃഷി മാത്രമല്ല മറ്റ് കാർഷിക രംഗത്തും വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് ഒരു കാർഷിക സംസ്കാരമുള്ള സംസ്ഥാനമാണ് നമ്മുടെ. ആ സംസ്ഥാനത്ത് നമ്മുടെ പ്രത്യേകിച്ചും വിളയൂരിനെ പോലുള്ള കൊപ്പത്തെ പോലുള്ള അതേപോലെ തിരുവേഗപ്പുറ പോലുള്ള ഈ പഞ്ചായത്തുകളൊക്കെ കൃഷിയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. 25 തൊഴിലുറപ്പ് ഗ്രൂപ്പുകൾക്കാണ് ഇടവിള കൃഷിക്കായി കിറ്റുകൾ നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാമദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ KM അഫ്ജാൻ, K വൃന്ദ എന്നിവർ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.